വെറും ഒരു വെള്ള ടീഷർട്ടുമിട്ട് ജനഹൃദയം കീഴടക്കി മുന്നേറുകയാണ് രാഹുൽ ഗാന്ധി. മോദിയുടെ സ്വന്തം ഗോതയായ ഗുജറാത്തിൽ മോദിയെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഗുജറാത്തിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ വിശദ വിവരങ്ങൾ കാണാം. 2014ലെയും 2019ലെയും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുജറാത്തിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. 26ൽ 26 സീറ്റുകളും നേടിയത് BJP ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത ജെനി ബെൻ താക്കൂർ എന്ന ഉരുക്കു വനിത ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കണ്ടെത്തി ഗുജറാത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് സമ്മാനിച്ചു. രാഹുൽ തന്റെ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: ഇത് പറയാനാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങളെ, കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിങ്ങളുടെ ഓഫീസിൽ കയറി BJP ഗുണ്ടകൾ ആക്രമിച്ചു. ഇനി നിങ്ങൾ പേടിക്കുകയും വേണ്ട, പേടിപ്പിക്കുകയും വേണ്ട. അവർ നമ്മുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഓഫീസ് അടിച്ചു പൊളിച്ചു, നമ്മളെ വെല്ലുവിളിച്ചു. ഞാൻ അവർക്ക് വെല്ലുവിളി കൊടുക്കുകയാണ്. अब आपको डरना नहीं है, डराना नहीं है. इन्होंने हमारे ऑफिस पे धमकाकर, ऑफिस को तोड़कर हमें चैलेंज दिया है. चैलेंज क्या है? വരുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും ചേർന്ന് BJPയെ തോൽപ്പിക്കും. ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോളൂ. गुजरात के चुनाव में मैं आपको बता रहा हूं, हम सब मिलकर इनको गुजरात में हराने जा रहे हैं. जो हमने कहा, और लिख के ले लो, कांग्रेस पार्टी की जो आत्मा है वो गुजरात के चुनाव में लड़ेगी और नरेंद्र मोदी और BJP को गुजरात में അയോധ്യയിൽ അവരെ തോൽപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയെയും BJPയെയും ഗുജറാത്തിൽ തോൽപ്പിക്കും. जैसे हमने अयोध्या में हराया है, वैसे ही हम गुजरात में इनको हराने जा रहे हैं. RSSനെയും കടന്നാക്രമിക്കാൻ അദ്ദേഹം മടിച്ചില്ല. നമ്മൾ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരുന്നപ്പോൾ RSS ബ്രിട്ടീഷുകാരോട് ഒപ്പമാണ് നിന്നത്. നമ്മൾ ഭയപ്പെടാതെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയപ്പോൾ RSS ബ്രിട്ടീഷുകാരോട് മാപ്പ് പറയുകയാണ് ചെയ്തത്. अंग्रेजों के साथ ये खड़े हो गए थे सारे के सारे RSS वाले. हम लड़े थे देश से. हमने कहा था डरो मत, डराओ मत. हमने कहा था. BJP के लोगों ने हाथ जोड़ के कहा था भैया डर गए हम, जो करना है कर लो. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം ചൂണ്ടിക്കാട്ടി ഇതാണ് നമ്മുടെ ചിഹ്നം, അഭയമുദ്ര. हमारा काम ये जो लगा रखा है मैंने आज, ये जो चिन्ह लगा रखा है, इसको क्या कहते हैं? अभय मुद्रा कहते हैं. ये आपका चिन्ह है, इसको भूलो मत आप. നിങ്ങൾ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത് ഭയപ്പെടരുത്, ഭയപ്പെടുത്തരുത് എന്നാണ്. अलग अलग धर्म के लोग हो आप, हर धर्म में ये चिन्ह आपको दिखाई देगा. और इसका मतलब है डरो मत, डराओ मत. മോദിക്ക് കണക്കിന് കൊടുക്കാനും രാഹുൽ മറന്നില്ല. മോദിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: BJPയിൽ ആർക്കും നരേന്ദ്രമോദി വരുന്നതിനോട് താല്പര്യമില്ല. എന്നാൽ മോദിയുടെ മുഖത്ത് നോക്കി അത് പറയുവാനുള്ള ധൈര്യം ആർക്കുമില്ല. നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ നേതാക്കൾ ധൈര്യപൂർവ്വം പറയുമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന്. ഇത് BJPക്കുള്ളിൽ നിന്ന് കിട്ടിയ വിവരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവർക്കിത് പറയാൻ ഭയമാണ്. BJP में नरेंद्र मोदी बैठे हैं, उनकी पूरी टीम बैठी है उनके सामने. मैं आपको इंटरनल बात बता रहा हूं, उनमें से कोई नरेंद्र मोदी को नहीं चाहता. अंदर की बात बता रहा हूं, इनसाइड ट्रैक दे रहा हूं, कोई नहीं चाहता. मगर दम नहीं है, डरते हैं. नरेंद्र मोदी जैसा लीडर कांग्रेस पार्टी में होता, पूरी कांग्रेस पार्टी खड़े हो जाती, कहती है नहीं हम डरते नहीं है, हटो यहां से. मगर उनकी पार्टी में दम ही नहीं है, उनके कार्यकर्ताओं में दम नहीं है. കോൺഗ്രസ് പാർട്ടിയിലെ ഏതൊരു ചെറിയ പ്രവർത്തകനും ഏത് വലിയ നേതാവിന്റെയും അടുത്തു വന്ന് ഏത് കാര്യവും ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും. और हमारे मतलब छोटा सा छोटा कार्यकर्ता होता है, टाइगर होता है, आता है कांग्रेस प्रेसिडेंट के सामने, आता है राहुल गांधी के सामने, आता है, कहता है भैया मेरे दिल में ये बात है. तो ये है कांग्रेस पार्टी. കോൺഗ്രസിന്റെ കുറവുകൾ തുറന്ന് അംഗീകരിക്കാനും അദ്ദേഹം മടിച്ചില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എനിക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നു. കോൺഗ്രസിന്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, कमी क्या है? एक कार्यकर्ता ने मुझे बहुत अच्छी तरह बताया, कांग्रेस पार्टी के कार्यकर्ता ने, राहुल जी कहता है मुझे, राहुल जी ये कांग्रेस पार्टी में एक मुश्किल है. രണ്ട് തരത്തിലുള്ള കുതിരകളുണ്ട്. ഒന്ന് റേസ് ഹോഴ്സ്, മറ്റൊന്ന് കല്യാണത്തിന് ഉപയോഗിക്കുന്ന കുതിര. കോൺഗ്രസിന്റെ പ്രശ്നം കല്യാണത്തിന് ഉപയോഗിക്കേണ്ട കുതിരയെ റേസിന് ഉപയോഗിക്കുകയും റേസിന് ഉപയോഗിക്കേണ്ട കുതിരയെ കല്യാണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. दो तरीके के घोड़े होते हैं, एक रेस का घोड़ा होता है, दूसरा शादी का घोड़ा होता है. कभी कभी कांग्रेस पार्टी क्या करती है, रेस के घोड़े को शादी में भेज देती है और शादी के घोड़े को रेस में लगा देती है. ആ പരിപാടി നിർത്തി റേസ് ഹോഴ്സിനെ റേസിന് ഉപയോഗിക്കുകയും കല്യാണത്തിനുള്ള കുതിരയെ കല്യാണ കുതിരയായി ഉപയോഗിക്കുകയും ചെയ്യണം എന്നാണ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞത്. तो उसने कहा ये आप बंद करा दीजिए, रेस के घोड़े को आप रेस दौड़ाइए और शादी के घोड़े को आप शादी में भेजिए. അതുകൊണ്ട് ഗുജറാത്തിൽ ഇപ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത് ഓടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കുതിരയെ
റേസിന് ഉപയോഗിക്കുകയും കല്യാണത്തിന് ഉപയോഗിക്കേണ്ട കുതിരയെ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. तो ये हमें गुजरात में करना है. जो रेस का घोड़ा है, जो तैयार है, दौड़ने के लिए तैयार है, उसको रेस में लगाना चाहिए. और जो हमारे शादी के घोड़े हैं, जो हैं, वो हैं, उनको हमें शादी में बारात में नचा देना चाहिए. ചിരിയോടുകൂടി രാഹുൽ ഇത് പറഞ്ഞപ്പോൾ വലിയ ഹർഷാരവത്തോടെയാണ് ജനം ഇത് ഏറ്റെടുത്തത്. രാഹുൽ കോൺഗ്രസ് ഓഫീസിൽ എത്തിയതറിഞ്ഞ് വൻപിച്ച ജനക്കൂട്ടമാണ് ഓഫീസിന് പുറത്ത് തടിച്ചുകൂടിയത്. വളരെ അപ്രതീക്ഷിതമായ സംഭവമായിരുന്നു ഇത്. രാഹുൽ രാഹുൽ എന്ന വിളികളോടെ 10,000-കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയതെന്നാണ് റിപ്പോർട്ടുകൾ. അവരെ ഒട്ടും നിരാശരാക്കാതെ ജനാല തുറന്ന് കയ്യിൽ കിട്ടിയ ഒരു മൈക്കുമെടുത്ത് അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ എത്തിയ ജനങ്ങളോട് സംസാരിച്ചു. പതിവ് പോലെ മോദിയുടെ കാവി ധരിച്ച ഗുണ്ടകൾ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കാൻ മറന്നില്ല. എന്നാൽ അവരുടെ കളികൾ ഇനി ജനങ്ങളിൽ ഒരു ചലനവും ഉണ്ടാക്കുകയില്ല എന്ന് ഇനിയും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ ഗുജറാത്തിലെ കരുത്തുറ്റ ദളിത് നേതാവായ ജിഗ്നേഷ് മേവാനി പറഞ്ഞത് ഇങ്ങനെയാണ്: മോദി ആരെ വിട്ടു വേണമെങ്കിലും പേടിപ്പിക്കാൻ ശ്രമിച്ചോട്ടെ, ഞങ്ങൾ പേടിക്കുകയില്ല, ഞങ്ങൾ നെഞ്ചു വിരിച്ച് നിൽക്കും. ഞങ്ങളുടെ ആത്മവിശ്വാസം വേറെ ലെവലാണ്. ഞങ്ങളുടെ ഓഫീസ് കയറി അടിച്ചുപൊളിച്ച കാവിഗുണ്ടുകളോട് നെഞ്ചു വിരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്നു, നിങ്ങളെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നിന്ന് നിങ്ങളെ ആട്ടി ഓടിക്കും. മതത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കലാപരിപാടി ഇനി ഇന്ത്യയിൽ വിലപ്പോകില്ല. അങ്ങനെ 2024 ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിലെത്തി നെഞ്ചു വിരിച്ച് മോദിയെ വെല്ലുവിളിച്ച രാഹുലിന്റെ ധൈര്യം സമ്മതിക്കാതെ വയ്യ. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നിന്ന് BJP തൂത്തെറിയപ്പെടും.